നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് SSC GD 2022 11 ജനുവരി നടന്ന ഷിഫ്റ്റ് 2 ഫുള്ള് മാത്സിൻ്റെ ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ ആണ് ചോദിച്ചേക്കുന്നത്. റേഡിയസ് തന്നിട്ട് 14 സെൻറ്റിമീറ്റർ. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സ്പിയറിൻ്റെ ഇക്വേഷൻ 4πr² ആണ്. അപ്പം 4 × 22/7 × 14 × 14 വരും. അപ്പോൾ ഇത് ഇങ്ങനെ വെട്ടിപ്പോവും. ഇവിടെ അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് നോക്കുമ്പം എത്രയാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്? 4 2s are 8 ഉണ്ട്, പിന്നെ 8 2s are 16 ഉണ്ട്. 16 × 4 6 4 24 ഉണ്ട്. അപ്പോൾ 4 ആയിരിക്കും അവസാനം വരുന്നത്. അപ്പോൾ ഈ ഓപ്ഷനും നമുക്ക് നെഗേറ്റ് ചെയ്യാം. ഈ ഓപ്ഷൻ നെഗേറ്റ് ചെയ്യാം. ഇവിടെ 14 ഇരട്ടി എടുക്കുമ്പോൾ 28 വരും. 28 × 4 ചെയ്യുമ്പോൾ എത്ര? 8 4s are 32 3 4 2s are 8. 112 എന്താണ് 22 ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? ഇത് ചെയ്യുമ്പോൾ 2 4 6 4 ആണ് വരുന്നത്. ഓപ്ഷൻ 2 ആണ് ഉത്തരം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കമ്പനി 10% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട് ഒരു ലോണിൽ. ആ ലോണിൻ്റെ ടോട്ടൽ സമയം എത്ര? 2,20,000 രൂപയാണ്. എത്ര വർഷത്തേക്കാണ്? ഫോർ 2 years. ഇനി ആ കമ്പനി ഫോർ 6 months ആണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലിയാണ്. ഇനി അതൊന്നുമല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് മണി വുഡ് ഹാവ് ബീൻ സേവ്ഡ് ബൈ ദ ബോറോവർ ഇഫ് ദ കമ്പനി കോമ്പൗണ്ടഡ് ദ ഇൻട്രസ്റ്റ് ആനുവലി. അതായത് വേറൊന്നുമല്ല, ഹാഫ് ഇയർലിയും ആനുവലിയും കൂടെ ഉള്ള ഡിഫറൻസ് എത്രയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് കോമ്പൗണ്ടഡ് ആനുവലി നോക്കാം. അപ്പോൾ എത്രയാണ്? 10% പലിശയിൽ 2 വർഷത്തേക്ക്. അപ്പോൾ സക്സസീവ് എടുക്കുമ്പോൾ എങ്ങനെയാണ്? 10% സക്സസീവ് എടുക്കുമ്പോൾ 2 വർഷത്തേക്ക് എടുക്കണമല്ലോ. അപ്പം +10 × 10/100 വരും. പോകുമ്പോൾ എത്രയാണ്? 10 10 21% വരും. ഇതെന്തായത് 2 വർഷത്തേക്ക് 10% വെച്ച് കോമ്പൗണ്ടഡ് ആനുവലി വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ എന്താ വേണ്ടത്? കോമ്പൗണ്ട് ഹാഫ് ഇയർലി. അപ്പം ഹാഫ് ഇയർലി വരുമ്പം എങ്ങനെയാണ് വരുന്നത്? 10% ഒരു വർഷത്തേക്ക്. അപ്പം 6 മാസത്തേക്ക് എത്രയാണ്? 5% വരും. അപ്പം അങ്ങനെ 5% എന്താണ്? 4 സെറ്റ് വരും. അപ്പം ഇത് 6 മാസം, അത് കഴിഞ്ഞ് 1 വർഷം, 1 വർഷം കഴിഞ്ഞ് 1 വർഷം 6 മാസം, അത് കഴിഞ്ഞ് 2 വർഷം. അപ്പം ഇത് സക്സസീവ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത്? ഇത് രണ്ടും കൂടെ സക്സസീവ് ചെയ്യുമ്പം 10.25 വരും. ഇത് രണ്ടും കൂടെ കഴിയുമ്പോൾ 10.25 വരും. ഇനി എന്താണ്? നമുക്ക് ഇത് രണ്ടും കൂടെ സക്സസീവ് ചെയ്യണം. അപ്പോൾ എത്രയാണ്? 10.25 + 10.25 + 10.25 × 10.25 ÷ 100 വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 20.5 വരും. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണപ്പോഴത്തിന് നമുക്ക് ഈ 5 വെട്ടിക്കളയാം. 5 എടുക്കണ്ട, നമുക്ക് 10.2 എടുക്കാം. ഇവിടെ അപ്പോൾ 102ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എത്രയാണ്? 10 അതായത് 10,404 കിട്ടും. അപ്പം 2 പോയിൻറ്റ് ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളൂ. അപ്പം 104.04 ആണ്. അത് ഡിവൈഡ് / 100 കൂടെ വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഡിവൈഡഡ് / 100 കൂടെ വരും. അപ്പോൾ എന്താണ്? 2 പോയിൻറ്റ് കൂടെ മാറ്റിയിടണം. അപ്പോൾ 1.04 എന്നാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ എഴുതാം. +1.04 വരും. 1.04 ഇത് കൂട്ടി കിട്ടുമ്പോൾ എത്ര? 21.54 വരും. ഇത്രയും ശതമാനമാണ് ഈ 5% വെച്ച് 4 സെറ്റ് കോമ്പൗണ്ട് ചെയ്യുമ്പം
ഇതാണ് വരുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ, ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ചോദിച്ചേക്കുന്നത്? 21%, 21.54%. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് വന്നേക്കുന്നത് എത്രയാണ്? 0.54% ആണ് ഡിഫറൻസ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര? 2,20,000 അല്ലേ? 2,20,000-ൻ്റെ 0.54% എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പം എന്താ കിട്ടുന്നത്? ഇതും വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി. ഇനി ഒരു 0 ഞാൻ ഇങ്ങോട്ട് എടുത്തിടുക. അപ്പം അല്ല, 2 0 ഞാൻ ഇങ്ങോട്ട് എടുത്തിടുക. അപ്പോൾ 22 × 54 വരും. അതെന്ന് പറഞ്ഞിട്ട് 1188ആണ്. ഇത് കറക്റ്റ് ഉത്തരം കിട്ടത്തില്ല, പക്ഷേ നമുക്ക് എസ്റ്റിമേറ്റ് എമൗണ്ട് കിട്ടത്തുള്ളൂ. എന്തായാലും ഇതെല്ലാം മനസ്സിലായി. ഏറ്റവും അടുത്ത് വരുന്ന ഓപ്ഷൻ എ, അതാണ് കറക്റ്റ് ഉത്തരം. എന്തുകൊണ്ടാണ് കറക്റ്റ് ഉത്തരം വരാത്തതെന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് അവിടെ 10.25 ഉണ്ടായിരുന്നു. നമ്മളെന്താണ് ആ 5 അങ്ങ് കട്ട് ചെയ്തു, 10.2 എടുത്തുള്ളൂ. 2 വർഷം നമ്മളങ്ങനെ 10.2 ആയിട്ട് എടുത്തു. ആ വന്ന ഡിഫറൻസാണ് എന്ത് 1188 ആൻസർ കിട്ടി. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 8, 16, 20, 32 എന്ന് ചോദിച്ചിരിക്കുന്നു. ഒന്നുമില്ല, LCM 8, 16, 20, 32 എടുത്താൽ മതി. ഇങ്ങനെ ഈ ഓപ്ഷനിലേക്ക് നോക്കുമ്പം ഇതെല്ലാം കൂടി ഡിവൈഡായി പോകുന്ന ഒരു നമ്പറേ ഉള്ളൂ. അതേതാ? 160. 160-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഡിവൈഡ് ചെയ്യുമ്പം ആൻസർ എത്ര കിട്ടുന്നത്? 20 എന്ന് കിട്ടും. അതുപോലെ 160-നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? 10 എന്ന് കിട്ടും. 160-നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? 8 എന്ന് കിട്ടും. അതുപോലെ 160 ഡിവൈഡ് ബൈ 5 160 ഡിവൈഡഡ് ബൈ 32 ചെയ്യുമ്പോൾ എത്രയാണ്? 5 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ LCM എന്താണ്? 160ആണ് ആൻസർ, ഓപ്ഷൻ 4. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 2 ട്രെയിൻ, ഒന്ന് 140 മീറ്റർ, മറ്റേ 160 മീറ്റർ, രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ, റണ്ണിങ് ടുവേർഡ്സ് ഈച്ച് അതർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പിന്നെ അതുപോലെ സ്പീഡ് തന്നിട്ടുണ്ട്. ഒന്നിൻ്റെ സ്പീഡ് 40 km/h, മറ്റേത് 50 km/h. അപ്പം ചോദിച്ചിരിക്കുന്നത് എന്നാ, എത്ര സമയം കൊണ്ട് ഇവർ മീറ്റ് ചെയ്തതിന് ശേഷം പാസ് ചെയ്ത് പോകാൻ എത്ര സമയം എടുക്കുന്നതാണ് ചോദിച്ചത്. അപ്പം നമുക്കിവിടെ എന്താ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 140 പ്ലസ് 160 വരും. അപ്പോൾ എത്രയാണ്? 300 വരും. ആ രണ്ട് ട്രെയിനിൻ്റെയും കൂടെ ഡിസ്റ്റൻസ് ആഡ് ചെയ്തെടുത്താൽ മതി. ഈ ബൈ എന്താണ്? റിലേറ്റീവ് സ്പീഡ് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പം രണ്ട് സ്പീഡും കൂടെ ആഡപ്പ് ആവുക ചെയ്യുന്നത്. അപ്പോൾ 90 km/h എന്ന് വരും. എന്താ ഈ 90 km/h നമ്മളെന്താണ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം. അപ്പോൾ ഇത് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് രണ്ട് സൈഡിൽ 9 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 2 വരും, 10 വരും, പിന്നെ 1 കൂടെ വെട്ടാം, ഇവിടെ 5 വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോഴേക്കും എന്താണ് 300/25 എന്ന് വരും. 300/25 ആൻസർ എത്രയാണ്? 12 സെക്കൻഡ് എന്നാണ് ഉത്തരം വരുന്നത്, ഓപ്ഷൻ 4. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ? ബോട്ട് മാസ് ആണ്. അപ്പോൾ ഏറ്റവും അകത്തെ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഇതാണ്. അപ്പം ഇവിടെ എന്താ 6 4s are 24 വരും. അപ്പം 16 - 24 - 2 എന്ന് വരും. ഇവിടെ എന്താ 16 - 24 - 2 ചെയ്യുമ്പോൾ -26 വരും. 16 - 26 ചെയ്യുമ്പോൾ എന്താണ്? -10 വരും. അപ്പോൾ ഇത്രയും ഭാഗത്തിന് പകരം നമുക്ക് എന്താണ് -10 എന്ന് ഇടാം. ഇത്രയും ഭാഗത്തിന് -10 എന്ന് ഇടാം. അപ്പം ഇനി എന്താ 14 - -10 എന്ന് പറയുമ്പോൾ എന്താണ്? 14 + 10 വരും. അപ്പോൾ എന്താ 14 + 10 എന്ന് വരുമ്പോൾ 24 എന്ന് വരും. ഞാൻ ഇത്രയും ഭാഗത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്താണ് 24 എന്ന് എഴുതുക. ഇനി എന്താ ബ്രാക്കറ്റിന് പുറത്ത് കിടക്കുന്ന 20 - 24 വരും. അപ്പോൾ -4 വരും. അപ്പോൾ 40 - -4 വരും. അപ്പം 40 + 4 വരും. ആൻസർ 44 ആയിരിക്കും, ഓപ്ഷൻ 2.
അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ക്രിക്കറ്റ് കളിയുടെ എന്താണ് അറ്റൻഡൻസ് എന്ന് പറയുന്നത് 5640 നിന്ന് 3820 അപ്പോൾ എത്ര പെർസെൻറ്റേജ് കുറഞ്ഞെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5640 1640 1640 200 1840 1860 ആണ് ഇവിടെ കുറഞ്ഞത്. 1860 അല്ലേ കുറഞ്ഞത്. അപ്പോൾ ഡിവൈഡ് ബൈ എന്താ വരുന്നത്? ഡിവൈഡ് ബൈ 56 40 × 100 40 കേട്ടോ 0. അപ്പോൾ ഇവിടെ 0 വെട്ടിപ്പോയി. ഇനി എന്താ മുകളിലും താഴെ 4 കൊണ്ട് വെട്ടാം. 564 4 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? 149 വരും. ഇവിടെ എത്രയാണ്? 465 വരും. ഇനി ഇത് ഡിവൈഡ് ചെയ്യാൻ നോക്കുമ്പോൾ 141 × എത്രയാണ്? 3 ചെയ്യുമ്പം ഏകദേശം 423 വരും. അപ്പം നമുക്ക് മനസ്സിലായി എന്താണ് 3 കൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നമ്പറാണ്. അപ്പം 32.26 ആണ് ആൻസർ, ഓപ്ഷൻ സി. പിന്നെ ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ബുക്ക് ഈസ് ലിസ്റ്റഡ് അറ്റ് Rs 300 വിത്ത് എ ഡിസ്കൗണ്ട് ഓഫ് എത്ര? 20%. വാട്ട് അഡീഷണൽ ഡിസ്കൗണ്ട് മസ്റ്റ് ബി ഓഫേർഡ് ടു ബ്രിങ് ദ സെല്ലിംഗ് പ്രൈസ് 216. അപ്പം മാർക്ക് പ്രൈസ് എത്രയാണ്? 300. ആദ്യം എന്താണ് പുള്ളി 20% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ എത്ര? 80/100 24 240 രൂപയായി. ചോദിച്ചേക്കുന്നത് ഇനി എത്ര കൂടെ ഡിസ്കൗണ്ട് കൊടുക്കണം, എന്തിനാ? 216 വിൽക്കണമെങ്കിൽ. അപ്പോൾ അതിനാണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ എത്ര കുറഞ്ഞേക്കുന്നത്? 24 കുറഞ്ഞു. എത്രയില്ല? 240. 24/240/100 ചെയ്യുമ്പം എത്ര? 10% കിട്ടും. അപ്പം ഈ 10% ഡിസ്കൗണ്ടും കൂടെ കൊടുക്കണം. എന്തിനാ? ഈ 216 വിൽക്കണമെങ്കിൽ. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? വെയിറ്റ് എന്ന് പറയുന്നത് എന്താ? വെയിറ്റ് ഓഫ് എ ലിക്വിഡ് ഡയറക്റ്റ്ലി വേരീസ് വിത്ത് ദ വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതുപോലെ എന്താ ലിക്വിഡിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ വോളിയം ഇത്രയാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ വെയിറ്റ് ഓഫ് എ ലിക്വിഡ് ഹാസ് ദ വോളിയം 4 liters എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം വെയിറ്റ് എന്ന് പറയുന്നത് എന്താ? വെയിറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയമാണെന്നാണ് തന്നേക്കുന്നത്. അതുപോലെ വെയിറ്റ് 12 ലിക്വിഡിന് വോളിയം എത്രയാണ്? 3 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വോളിയം 4 വെയിറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ 3 × 4 ചെയ്യുമ്പോഴാണ് എന്താ 12 വരുന്നത്. ആ 4 തന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തോളാം. × 4 ചെയ്യുമ്പോൾ 16 വരും. അപ്പം 16 ആണ് ആൻസർ. എന്താണ് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഇങ്ങനെയല്ല ചെയ്യുന്നത്, അതായത് ഇങ്ങനെയാണ് ചെയ്യുന്നത്, പക്ഷേ വേറെ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. വെയിറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നല്ല പറഞ്ഞേക്കുന്നത്. അപ്പം പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ സൈൻ കൊണ്ട് നമ്മളെന്താണ് അവിടെ ഒരു കോൺസ്റ്റൻറ്റ് ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് എൻ്റെ കെ എന്നുള്ളത്. അപ്പം W=KB എന്നാണ്. കെയുടെ വാല്യൂ കിട്ടാനാണ് W/V. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? വെയിറ്റ് 12, വോളിയം എന്താ 3. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 3 കിട്ടും. അപ്പോൾ ഈ കെയുടെ വാല്യൂ എത്രയാണ്? 4 കിട്ടി. അപ്പോൾ W=KB എന്ന് പറഞ്ഞ ഈക്വേഷൻ വെച്ച് വോളിയം നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്? 4 തന്നിട്ടുണ്ട്. അതുപോലെ കെയുടെ വാല്യൂ നമുക്ക് എന്താ? 4 തന്നിട്ടുണ്ട്. അപ്പോൾ വോളിയം 4 ആ ഒരു ലിക്വിഡിൻ്റെ വെയിറ്റ് എത്രയാണ്? 4 × 4 ചെയ്യുമ്പോൾ 16 വരും. ഇങ്ങനെയാണിത് ശരിക്കും ചെയ്യുന്നത്. നമ്മളത് എളുപ്പത്തിന് ഇതിങ്ങനെ ചെയ്തേ ഉള്ളൂ. എന്തായാലും ആൻസർ 16 തന്നെയാണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 10 പേരുള്ളതിൽ 9 പേരുടെ ആവറേജ് എത്രയാണ്? 15 എന്നാണ് തന്നിട്ടുണ്ട്. അതുപോലെ 10th person സ്പെൻഡ് 9 more than the ആവറേജ് എക്സ്പെൻഡിച്ചർ ഓഫ് ഓൾ ഓഫ് ദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഓൾ ഓഫ് ദം ശ്രദ്ധിക്കണം. അതായത് ഈ 10ാമത്തെ ആൾ വന്നിട്ട് 9 രൂപ കൂടുതൽ സ്പെൻഡ് ചെയ്തു എന്തിനേക്കാളും? അവരുടെ മൊത്തം ആവറേജിനേക്കാളും. അതായത് 9 പേരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് 15 തന്നിട്ടുണ്ട്. 10ാമത്തെ ആളുടെ ആവറേജ് നമുക്കറിയത്തില്ല, അത് എക്സ് എന്ന് കിട്ടും. ഈ എക്സിന്, അതായത് ഈ 10
10 പേരുടെ ആവറേജിനേക്കാളും കൂടുതൽ 9 മുകളിൽ സ്പെൻഡ് ചെയ്തതെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് 9 രൂപ എക്സ്ട്രാ വന്നു, ആ 9 രൂപ എന്താ ഈ 10 പേരും കൂടെ വീതിച്ചെടുക്കുക എന്നുള്ള കോൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പം 9 രൂപ 10 പേരും കൂടെ വീതിച്ചെടുക്കുമ്പോൾ എത്രയാണ് 0.9 വരും. അപ്പം 0.9 ആണ് എല്ലാവരുടെയും കൂടെ കൂടുന്നത്. അപ്പം ആവറേജ് 15 അപ്പം 15.9 സാധാരണ നമ്മൾ എഴുതി പോകും. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? കാരണം ഇപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ, എക്സ്പെൻഡിച്ചർ ഓഫ് ഓൾ ഓഫ് ദം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് അയാൾ ഈ 9 രൂപ കൂട്ടി ചിലവഴിച്ച് എന്താണ് 10 പേരുടെ ആവറേജിൻ്റെ മുകളിലാണ് അയാൾ 9 രൂപ കൂട്ടി ചിലവഴിച്ചത്. 10 പേരുടെ ആവറേജ് ഇതേ കിടക്കുന്ന എക്സ് എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. 10 പേരുടെ ആവറേജ് അറിയത്തില്ല, അതിന് മുകളിലാണ് 9 രൂപ അയാൾ ചിലവഴിച്ചത്. അപ്പോൾ എന്താ 15 പ്ലസ് പുതിയതായിട്ട് കൂടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. പകരം നമുക്കിവിടെ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ എന്നാണ് അലിഗേഷനാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്താ 10 പേരുടെയും കൂടെ ആവറേജ് എക്സ് എന്നെടുത്തോളുക. എന്നിട്ട് 9 പേരുടെ ആവറേജ് എത്രയാണ്? 9 പേരുടെ ആവറേജ് 15 തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരാൾ മാത്രം എന്താണ് ഈ എക്സിന് മുകളിൽ 9 രൂപ ചിലവഴിക്കുന്നുണ്ട്. അപ്പം എക്സ് പ്ലസ് 9 എടുക്കുക. ഇനി ഇത് അലിഗേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിവിടെ ചെയ്യുമ്പോൾ എത്രയാണ് 15 × 9 പ്ലസ്, അതായത് ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ഇൻറ്റു ഇത്. അപ്പം ഇനി എക്സ് പ്ലസ് 9 ബൈ ഈ അടി കിടക്കുന്ന 9 പ്ലസ് 1 വരും. ഇപ്പം 10 എന്ന് പറയുന്നത് എന്താ എക്സ് എന്ന് പറയും. ഇനി ഇത് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യാൻ നേരത്തേക്ക് എഴുതുന്നത് 15 × 9 പ്ലസ് എക്സ് പ്ലസ് 9 എന്ന് പറയുന്നത് 10x വരും. ഇതപ്പം 135 9 വരുമ്പോൾ 144 വരും. 144 എന്ന് പറയുന്നത് ഈ എക്സ് ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ 9x ആവും. അപ്പോൾ എക്സ് ഈക്വൽ ടു 144/9 എന്ന് പറയുന്നത് എത്രയാണ് 16 ആണ്. അപ്പോൾ ഇവിടെ 10 പേരുടെ ആവറേജ് വരുന്നത് 16. അതുപോലെ ഇയാൾ 10ാമത്തെ ആൾ 9 രൂപ കൂട്ടി ചിലവഴിക്കുന്നത് എത്രയാണ് 16 പ്ലസ് 9. അപ്പം 25 രൂപയാണ് ഇയാളുടെ ഇവിടെ ചിലവഴിക്കുന്നത്. അപ്പോൾ 10 പേരുടെ ആവറേജ് 16 ആണെങ്കിൽ 10 × 16 ചെയ്യുമ്പോൾ 160 ആൻസർ വരുന്നത്. അപ്പം നമ്മളിവിടെ അലിഗേറ്റ് ചെയ്ത ആവറേജ് വെച്ച് അലിഗേറ്റ് ചെയ്ത് മുകളിൽ രണ്ടും ആവറേജ് എടുത്തു, താഴെ അവരുടെ നമ്പേഴ്സിനെ റേഷ്യോ എടുത്തു. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ ആവറേജിൻ്റെ ഇക്വേഷൻ എന്താ ടോട്ടൽ സം ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. അപ്പം മുകളിൽ ആവറേജ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും താഴെ എന്താ വരുന്നത് ഡിനോമിനേറ്ററായിട്ട് വരുന്ന സാധനത്തിൻ്റെ റേഷ്യോ ആയത് താഴെ ഇവിടെ വരത്തുള്ളൂ. ഇപ്പോൾ സ്പീഡ് എടുക്കുകയാണെങ്കിൽ എന്താ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ താഴെ എന്താ ടൈം ആവുന്നേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മുകളിൽ 2 സ്പീഡ് എടുക്കുകയാണെങ്കിൽ താഴെ ടൈമിൻ്റെ റേഷ്യോ ആയിരിക്കും കിട്ടുന്നത്. ഇനി അതുപോലെ എന്താ പ്രോഫിറ്റ് പെർസെൻറ്റേജ് വെച്ച് അലിഗേറ്റ് ചെയ്താൽ എന്താ പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസാണ് വരുന്നത്. അപ്പം താഴെ എന്താ കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ വരത്തുള്ളൂ. ഇനി എന്താ ഇത് പ്യുവർ ഇക്വേഷൻ വെച്ച് ചെയ്യാനാണെങ്കിൽ എന്താ അതും ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ 9 എണ്ണത്തിൻ്റെ ആവറേജ് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത് 15 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 1 2 3 4 5 6 7 8 9 10 എടുത്തു. അപ്പം ആദ്യത്തെ 9 എണ്ണത്തിൻ്റെ ആവറേജ് എത്രയാണ് 15. അപ്പോൾ ഇവിടെ 15 വരും, 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 ഇവിടെ 15 വരും. അവസാനത്തെ എന്താ എക്സ് എന്ന് എടുത്തോളുക. അപ്പോൾ ഇവിടം വരെയുള്ള സം എന്ന് പറയുന്നത് എന്താ എത്രയാണ് ഇവിടം വരെയുള്ള സം എന്ന് പറഞ്ഞാൽ എത്രയാണ് 15 × 9 ചെയ്യുമ്പോൾ 135 വരും. ഇനി 10 പേരുടെയും കൂടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 135 പ്ലസ് എക്സ് ബൈ 10 എന്ന് വരും. ഇവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് 135 പ്ലസ് എക്സ് ബൈ 10 എന്ന് പറയുന്നത് എന്താ ആവറേജോ മൊത്തം 15% ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താ അത് പ്ലസ് 9 കൂട്ടുമ്പോഴാണ് എന്താ ഈ 15ാമത്തെ ആളുടെ അക്കം കിട്ടുന്നതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്
അതായത് 135 പ്ലസ് എക്സ് പ്ലസ് 90 ഈസിക്കൽ ടു 10x എന്ന് വരും. അപ്പം ഈ എക്സ് ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ 9x ആവും. അതുപോലെ 135 90 കൂടെ കൂട്ടുമ്പോൾ എത്ര 225 ആവും. ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ് 25 എന്ന് വരും. അപ്പോൾ അതായത് ഇയാൾ ചിലവഴിക്കുന്ന 25 രൂപയാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ ഇവിടം വരെയുള്ള സമ്മ് നമുക്കറിയാത്ത 135 അത് കഴിഞ്ഞ് പിന്നെ ഒരു 25 കൂടെ ഉണ്ട്. 135 25 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 160. അതാണ് ഓപ്ഷൻ 4 എന്നേ കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അരുൺ എന്ന് പറഞ്ഞൊരു പുള്ളി ലാപ്ടോപ്പ് വാങ്ങി. എത്രയാണ് 1,12,500 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പം അത് കൊടുത്ത ആരാ സജിത്ത് എന്ന് പറഞ്ഞ പുള്ളിയാണ്. പുള്ളിക്ക് 25% പ്രോഫിറ്റ് കിട്ടി. ഇനി സജിത്തിന് ഈ ലാപ്ടോപ്പ് എവിടെ നിന്ന് കിട്ടിയ രമൺ എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ നിന്ന് വാങ്ങിച്ചത്. അതിനകത്ത് പുള്ളിക്ക് എന്താ രമൺ എന്ന് പറഞ്ഞ പുള്ളിക്ക് 20% ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ രമൺ എത്ര രൂപയ്ക്ക് ആ ലാപ്ടോപ്പ് വാങ്ങിച്ചാണെന്ന് ചോദിച്ചേക്കുന്നത്. രമൺ സജിത്തിന് വിറ്റപ്പോൾ എത്ര 20% ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ 20% നമുക്ക് എന്താ 1/5 എന്ന് എഴുതാം. അതായത് 5 രൂപയുടെ സാധനം 6 രൂപയ്ക്ക് വിറ്റ്. സജിത്ത് അരുണിന് വിറ്റപ്പോൾ എത്ര 25% പ്രോഫിറ്റ് കിട്ടി. 25% നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത് 25% നമുക്ക് 1/4 എന്ന് എഴുതാം. അതായത് 4 രൂപയുടെ സാധനം 5 രൂപയ്ക്ക് വിറ്റ്. അപ്പം രമൺ അതുപോലെ എന്താ സജിത്ത് അരുൺ. അപ്പം ഇങ്ങനെയാണ് ലാപ്ടോപ്പിൻ്റെ കൈമാറ്റം നടന്നേക്കുന്നത്. സജിത്തിൻ്റെ പോർഷൻ നോക്കിയേ 2 വാല്യൂ ഉണ്ട്. അപ്പോൾ അത് സെയിം ആക്കണം. അപ്പോൾ ഇവിടെ എന്താ ഒരു 4 മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ എന്താ ഒരു 6 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 6 മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 4 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ 20 എന്ന് വരും, ഇവിടെ 24 എന്ന് വരും, ഇവിടെ 30 എന്ന് വരും. ഈ 30ൻ്റെ വാല്യൂ എന്താണെന്ന് പറയുന്നത് 1,12,500 എന്ന് പറഞ്ഞു. 0 കിട്ടിപ്പോയി. ഇനി എത്രയാണ് 11,250 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് 3,750 വരും. അതായത് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 3,750. അപ്പം 20 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ് 3,750 ഒരു യൂണിറ്റിൻ്റെ വാല്യൂ. അപ്പം ഇൻറ്റു 20 ചെയ്യണം ഇത് കിട്ടണമെങ്കിൽ. എത്ര 3,750 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എന്താണ് 7,500 കിട്ടും. ഒരു എക്സ്ട്രാ ഒരു 0 കിട്ടാൻ 75,000 ആൻസർ ഓപ്ഷൻ 3. നമുക്ക് എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത് ഒരു ബസ്സിന് 20% ബൈക്കിനേക്കാൾ സ്പീഡിൽ പോകാൻ പറ്റുന്ന പറഞ്ഞേക്കുന്നത്. അതുപോലെ രണ്ടും ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്യും, ഒരേ സമയത്ത് എൻഡും ചെയ്യും. അപ്പോൾ അവർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 60 കിലോമീറ്ററിലാണ് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓൺ ദ വേ ഹൗവർ ദ ബസ് സ്റ്റോപ്പ് അറ്റ് ദ സ്റ്റേഷൻ ഫോർ 10 മിനിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ദ സ്പീഡ് ഓഫ് ദ ബൈക്ക് എത്രയാണെന്ന് ചോദിച്ചേക്കും. അപ്പോൾ 20% എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത് 20% നമുക്ക് 1/5 എന്ന് എഴുതാം. അപ്പം ബൈക്കിൻ്റെ സ്പീഡ് വരുമ്പോൾ എത്രയാണ് ബൈക്കിൻ്റെ സ്പീഡ് 5 ആണെങ്കിൽ ബസ് എന്താണ് ഈ ഒരു യൂണിറ്റ് കൂടുതൽ സ്പീഡിൽ പോകും, 6 സ്പീഡിൽ പോകും. അപ്പോൾ ഇതെന്താ ഇത് സ്പീഡിൻ്റെ റേഷ്യോ. അപ്പോൾ ടൈമിൻ്റെ റേഷ്യോ വരുമ്പോൾ എന്താ ഇത് നേരെ എടുത്ത് തിരിച്ചിട്ടാൽ മതി, 6:5 എടുത്താൽ മതി. കാരണം എന്താ സെയിം ഡിസ്റ്റൻസാണ് പോകുന്നത്, 60 കിലോമീറ്റർ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ എന്താ ടൈമിൻ്റെ റേഷ്യോ നമുക്ക് 6:5 ആകുന്നുണ്ട്. പക്ഷേ എന്താ ഇത് 2 വണ്ടിയും 60 കിലോമീറ്റർ കവർ ചെയ്യുന്ന ഒരേ സ്പീഡിലാണ്. അതായത് പോകുന്ന വഴിക്ക് ഒരു ബസ് സ്റ്റോപ്പിൽ 10 മിനിറ്റ് നിർത്തിയിടുന്നത്, ആ സമയം കൊണ്ട് എന്താ ചെറിയ സ്പീഡ് വെച്ച് ആ ബൈക്ക് ആ നിർത്തിയിടുന്ന അത്ര സമയം കൂടെ ഓടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ ഇവിടെ നമുക്ക് ഈ ഒരു യൂണിറ്റ് സമയത്തിന് എന്താ 10 മിനിറ്റ് എടുക്കാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ 60 മിനിറ്റും 50 മിനിറ്റും ആവും. അപ്പോൾ സ്പീഡ് ഓഫ് ദ ബൈക്ക് എന്ന് പറയുന്നത് എത്രയാണ് 60 കിലോമീറ്റർ 50 മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്യുന്നത്. 6/5 അല്ല 60 കിലോമീറ്റർ 50 മിനിറ്റാണ്. അപ്പോൾ 50 മിനിറ്റിനെ നമുക്ക് എന്താ മണിക്കൂറാക്കണം. മണിക്കൂറാക്കാൻ എന്താ ഡിവൈഡ് ബൈ 60 ചെയ്യാം. എന്തോ ഒരു തെറ്റ് പറ്റിയല്ലോ. 6:5 അയ്യോ റേഷ്യോ എടുത്തിട്ടാണ് തെറ്റ് പറ്റിയത്. അതായത് ഇവിടെ വരുന്നത് എന്താ
ഇവിടെ തിരിഞ്ഞു പോയി എഴുതിയത്. അതായത് ഇതിൻ്റെ ഇൻവേഴ്സാണ് വരുന്നത്. അപ്പം ഇവിടെ എന്താ 5:6 വരുന്നത്. അപ്പം ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ്. അപ്പോൾ ഇവിടെ 50 മിനിറ്റും ഇവിടെ 60 മിനിറ്റും വരും. അപ്പോൾ ശരി, അപ്പം 60 കിലോമീറ്റർ 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു. അപ്പോൾ എത്ര? 60 km/h. അതാണ് ഉത്തരം, ഓപ്ഷൻ എ. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ബൈ സെല്ലിംഗ് 55 ടോഫീസ് എ ഷോപ്പ് കീപ്പർ ഏൺസ് എ പ്രോഫിറ്റ് ഓഫ് 11 ടോഫീസ്. ഡിറ്റർമൈൻ ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് ചെയ്യാൻ എന്തൊരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താ 55 - 11 ചെയ്യുമ്പോൾ എത്രയാണ്? 44 വരും. അപ്പം പ്രോഫിറ്റ് ആയിട്ട് 11 എത്രയില്ല? 44 × 100 ചെയ്യുക. അപ്പോൾ 1/4 ആവും. 1/4 × 100 ചെയ്യുമ്പോൾ 25% എത്ര വരും? ഇനി ഇതിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അതായത് ഒരു ടോഫിക്ക് 1 രൂപയാണ് എടുത്തോ. അപ്പം 55 ടോഫിയുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 55 രൂപയാണ്. കോസ്റ്റ് പ്രൈസ് അല്ല, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 55 രൂപയാണ്. അപ്പോൾ അത് ഒരു ടോഫിയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര? ഒരു ടോഫിയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ടോഫിയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1 രൂപയാണ്. അപ്പോൾ 55 എണ്ണം വിൽക്കുമ്പം എത്രയാണ്? 55 രൂപയാവും. നമുക്ക് പറഞ്ഞേക്കുന്നത് പ്രോഫിറ്റ് എത്രയാണെന്നാണ്? പ്രോഫിറ്റ് 11 രൂപ ഉണ്ടെന്നാണ്. അപ്പം കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടേ? 11 രൂപ വരുമ്പം എന്താണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു എന്താണ്? പ്രോഫിറ്റ് വരുന്നത്. പിന്നെ അന്ന് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുന്നത് ഈ സെല്ലിംഗ് പ്രൈസിനെ എടുത്ത് ഇങ്ങോട്ട്, അതായത് കോസ്റ്റ് പ്രൈസിനെ ഇപ്പുറത്തെ വിട്ടിട്ട് സെല്ലിംഗ് പ്രൈസിനെ ഇങ്ങനെ ആടിച്ചാൽ മതി. കോസ്റ്റ് പ്രൈസിനെ ഇങ്ങോട്ട് വരണം, പ്രോഫിറ്റിനെ ഇങ്ങോട്ട് വരണം. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് മൈനസ് പ്രോഫിറ്റ് ചെയ്യുമ്പോൾ എന്താ? കോസ്റ്റ് പ്രൈസ് കിട്ടും. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 55 രൂപയാണ്. 55 മൈനസ് പ്രോഫിറ്റ് എത്രയാണ്? 11 ചെയ്യുമ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് 44 കിട്ടും. പിന്നെ ഇതുപോലെ തന്നെ 11/44 × 100 ചെയ്താൽ മതി. അപ്പോൾ 25% കിട്ടും. അതുപോലെ ഇവിടെയാണല്ലോ ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഇതുണ്ട്. അതായത് ക്വസ്റ്റ്യൻ വരുമ്പം ബൈ സെല്ലിംഗ് 55 ടോഫീസ് എ ഷോപ്പ് കീപ്പർ ഏൺ എ പ്രോഫിറ്റ് ഓഫ് എന്താണ്? കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് 11 ടോഫീസ് എന്നാണ് പറയേണ്ടത്. ഇവിടെ നമുക്ക് തന്നേക്കുന്ന നമ്മുടെ ആൻസർ വരുന്നത് 25 ആണ്. അപ്പം ഇവിടെ ശരിക്കും വരുന്നത് സെല്ലിംഗ് പ്രൈസ് ഓഫ് 25, സെല്ലിംഗ് പ്രൈസ് ഓഫ് 11 ടോഫീസ് എന്നാണ് പറയേണ്ടത്. അപ്പം ഇവിടെ എടുക്കുമ്പം എങ്ങനെയാണ്? അതായത് 55 CP അല്ല 55 SP മൈനസ് 55 CP എന്ന് പറയുന്ന 11 SP ആവും. ഇവിടെ അപ്പം 44 CP എന്ന് പറയുന്ന ഈക്വൽ ടു എന്താണ്? 55 ഇവിടെ 44 SP എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു 54 CP എന്ന് പറയുന്നത് 55 CP ആവും. ഇവിടെ ഇനി കോസ്റ്റ് പ്രൈസ് ബൈ സെല്ലിംഗ് പ്രൈസ് റേഷ്യോ എടുക്കുമ്പോൾ എങ്ങനെ വരുന്നത്? 44/55 വരും. ഇതിനർത്ഥം എന്താ? 44 രൂപയ്ക്ക് വാങ്ങിച്ചാൽ 55 രൂപയ്ക്ക് വിറ്റും. 11% ലാഭം. 11/44 × 100 ചെയ്യണം. ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഇനി ഇവിടെ ഈ CP ഏൺസ് എ പ്രോഫിറ്റ് ഓഫ് കോസ്റ്റ് പ്രൈസ് ഓഫ് 11 ടോഫി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ് ഉണ്ടായി? 11 CP എന്നിട്ട് കൊടുക്കണം. അപ്പോൾ ആൻസർ മാറിപ്പോവും. അത് വേറെ കാര്യം. ഇവിടെ ഈ 25% അപ്പം വരത്തില്ല. ഇവിടെ ആൻസർ 25%. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ജോലി 72 ദിവസം കൊണ്ട് ചെയ്യും. അതേ ജോലി 90 ദിവസം കൊണ്ട് B ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും കൂടെ 30 ദിവസം നിന്ന് ജോലി ചെയ്തു. അത് കഴിഞ്ഞ് B ലെഫ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് A എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. സാധാരണ എടുക്കുന്ന പോലെ എന്താ? LCM എടുത്താൽ മതി ടോട്ടൽ വർക്ക് കിട്ടാൻ. അപ്പം 72 നിന്നുകൊണ്ട് LCM എടുക്കുന്നു. LCM എത്ര വരുന്നത്? 360 വരും. അപ്പം ഇത് Aയുടെ എഫിഷ്യൻസി എത്രയാണ്? 72 × 5 ചെയ്യുമ്പോഴാണ് 160 വരുന്നത്.
90 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 360 വരും. ഇനി അവർ രണ്ടുപേരും കൂടെ നിന്ന് 30 ദിവസം ജോലി ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ഇവർ രണ്ടുപേരുടെ എഫിഷ്യൻസി എത്രയാണ്? 9 ആണ് ഇവർ രണ്ടുപേരുടെ എഫിഷ്യൻസി. അങ്ങനെ 30 ദിവസം ജോലി ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? മൊത്തം 770 ജോലി തീർന്നിട്ടുണ്ടാവും. 770 ജോലി തീരും. ബാക്കിയുള്ള ജോലി 90 ജോലിയാണ്. അത് ആര് ചെയ്യണം? എ തന്നെ ചെയ്യണം. അപ്പം എയുടെ എഫിഷ്യൻസി എത്രയാണ്? 4 5ആണ്. അപ്പോൾ 90/5 ചെയ്യുമ്പോൾ എത്രയാണ്? ആൻസർ 18 എന്ന് വരും. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ അപ്പോൾ 3 കണ്ടീഷൻ തന്നേക്കുക സക്സസീവ് ഡിസ്കൗണ്ട്സിൻ്റെ. ഒന്ന് 25 5 ഡിസ്കൗണ്ട് 1, അത് കഴിഞ്ഞ് രണ്ടാമത്തെ 20 10, മൂന്നാമത്തെ 15 15. ഇതിനകത്ത് ഏതാ ബെസ്റ്റ് ഡിസ്കൗണ്ട് കസ്റ്റമേഴ്സിന് കിട്ടുന്നത് ചോദിച്ചാൽ? അപ്പോൾ ഫസ്റ്റ് ഡിസ്കൗണ്ടിൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? 25ഉം 5ഉം കൂടെ ചേർക്കുമ്പോൾ 30 മൈനസ് 1.25 വരും. സെക്കൻഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? സെക്കൻഡ് ഡിസ്കൗണ്ട് 20ഉം 10ഉം 30 കൂട്ടിയിട്ട് -2 വരും. മൂന്നാമത്തെ കേസ് വരുമ്പോൾ എത്രയാണ്? 15ഉം 15 30 കൂട്ടിയിട്ട് അതിനകത്ത് 15ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 225 വരും. അപ്പം 2.25 കുറയും. എന്താ ഇതിനകത്ത് ക്ലിയർ ആണ്? ഏറ്റവും നല്ല ഡിസ്കൗണ്ട് കിട്ടുന്നത് എന്താണ്? ഇത് ഏറ്റവും കുറയുന്ന. അപ്പം ഇതെന്താ? ഇവിടെ 1.25 കുറയുന്നുണ്ട്, ഇവിടെ 2 കുറയുന്നുണ്ട്, ഇവിടെ 2.25 കുറയും. അപ്പം ഏറ്റവും കുറവ് കുറയുന്ന, അതായത് 28.75 ഡിസ്കൗണ്ട് കിട്ടും ഇവിടെ. ഫസ്റ്റ് ഓഫറാണ് നല്ലത്. ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ തന്നെ എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20 days. ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 24 days. ഹൗ മെനി ഡേയ്സ് വിൽ ദേ ടേക്ക് ടു ബോത്ത് വർക്ക് ടുഗദർ? അപ്പോൾ എ എത്ര ദിവസം കൊണ്ട് ചെയ്യും? 20 ദിവസം കൊണ്ട് ചെയ്യും. ബി 24 ദിവസം കൊണ്ട് ചെയ്യും. ഇവരുടെ LCM എന്ന് പറഞ്ഞാൽ എത്ര? 120 വരും. ഇവിടെ 24 × 5 ചെയ്യുമ്പം 120 വരും. ഇവിടെ 20 × 6 ചെയ്യുമ്പോഴാണ് 120 വരുന്നത്. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസി എന്താ? എഫിഷ്യൻസി 6 5 എഫിഷ്യൻസി. ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ചോദിച്ചു. അപ്പോൾ ടോട്ടൽ വർക്ക് 120 ഡിവൈഡ് ബൈ 5 6 എത്രയാണ്? 11. 11 × 10 ചെയ്യുമ്പോൾ എത്രയാണ്? 110 വരും. പിന്നെ എന്താ, ഒരു 10 കൂടെ ബാക്കിയുണ്ട്, അത് ഡിവൈഡ് ബൈ 11. അപ്പോൾ 10 and 10/11 ആണ് ആൻസർ. ഓപ്ഷൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വൈ ആണ്. അപ്പം എക്സ് പ്രൊപ്പോർഷണലി വല്ല ഈക്വൽ ടു കൊണ്ടുവന്നത് ഞാനൊരു കെ എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് കൊണ്ടുവന്നു. കെയുടെ വാല്യൂ കിട്ടാൻ എന്താണ്? x/y ചെയ്താൽ മതി. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? x 10ഉം y 8ഉം. അപ്പം ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x 10ഉം y 8ഉം. കെയുടെ വാല്യൂ എത്ര? 5/4. നമ്മളോട് ചോദിച്ചേക്കുന്ന എക്സിൻ്റെ വാല്യൂ എന്താണ് വെൻ y became 5/4 എന്ന് ചോദിച്ചത്. അപ്പം ഇതിനകത്ത് വൈയുടെ വാല്യൂ എത്രയാണ്? 36. എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം കെയുടെ വാല്യൂ എത്രയാണ്? 5/4. അത് ഇൻറ്റു ചെയ്താൽ മതി. ഇതിപ്പോൾ വെട്ടുമ്പോൾ എത്രയാണ്? 4 9 36. അപ്പോൾ 5 × 9 വരും. ആൻസർ എ. ഓപ്ഷൻ എ 45 വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? എ എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്. ആ നമ്പറിനെ 30% ഇൻക്രീസ് ചെയ്ത് ഒരു നമ്പർ കിട്ടി. ബി എന്ന് പറഞ്ഞ നമ്പർ കിട്ടി. ബീനെ പിന്നെ 30% ഇൻക്രീസ് ചെയ്ത് സി എന്ന് പറഞ്ഞ നമ്പർ കിട്ടി. ഇനി സീനെ എത്ര ശതമാനം റെഡ്യൂസ് ചെയ്യണം എന്താ എ കിട്ടാനെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 30 2 തവണ കൂട്ടുമ്പോൾ എത്ര? സക്സസീവ് എടുത്താൽ മതി. 30 + 30 + 30 × 30/100. അപ്പോൾ എത്രയാണ്? 69% കൂടും. അപ്പം ഇത് എ എന്ന് പറയുന്നത് 100 എന്നൊരു നമ്പറാണെങ്കിൽ സി എന്ന് പറയുന്നത് 169 നമ്മൾ ചോദിച്ചേക്കുന്നത് 169 100 ആക്കാൻ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ടാവുമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം എത്ര? 69 കുറയ്ക്കണം. എത്രയില്ല? 169 ഇൻറ്റു 100 ചെയ്താൽ മതി. ഞാനിവിടെ 690/169 ചെയ്യുക.
690/169 ഇൻറ്റു 10 എഴുതി. 169 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്രയാണ്? 676 വരും. റിമൈൻഡർ എത്ര? ഇതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 14 വരും. അപ്പം എന്താ, ഫസ്റ്റ് ഡിജിറ്റ് 4 വരുന്നു മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തു, എന്നിട്ട് 0 ഇട്ട് കൊടുത്തു. അപ്പം 140 പോയില്ലാത്തതുകൊണ്ട് എന്താ, ഞാൻ പിന്നെ ഒരു 0 ഇട്ട് കൊടുത്തു, 1400 ആക്കി. അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, 40 പോയിൻറ്റ് സംതിങ് വരുന്നത്. കാരണം എന്താ, ഈ 10 കൂടെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40 പോയിൻറ്റ് സംതിങ് വരും. അപ്പം 40 പോയിൻറ്റ് സംതിങ് എന്ന് പറയുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ, ഫസ്റ്റ് വൺ. അതാണ് ഉത്തരം. അപ്പോൾ എന്താ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്, 10,500 ഡെപ്പോസിറ്റ് ചെയ്തു. ആദ്യത്തെ വർഷം എന്താ 10% പെർ ആനം കോമ്പൗണ്ട് ചെയ്യും. രണ്ടാമത്തെ വർഷം 12% കോമ്പൗണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഇതിനകത്ത് ഏത് വരുന്നത് വെച്ചേക്കുന്നത്. അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഫോം എഴുതുമ്പോൾ എത്രയാണ്? 1/10 ആണ്. അതായത് 10 ഇനീഷ്യൽ ഫൈനൽ. 10 എന്നുള്ളത് 11 ആവും. അതുപോലെ 12 എന്നുള്ളത് നമ്മൾ ഫ്രാക്ഷൻ ഫോം എഴുതുന്നത് എങ്ങനെയാണ്? 12/100, 6/50, 3/25. അതായത് 25 എന്നുള്ള 28 ആവും. ഇനീഷ്യലി 25 ഉണ്ടായിരുന്നു, ഫൈനലി 28 ആവും. അപ്പോൾ 10,500 എന്ത് സംഭവിക്കും? 10,500 സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ വർഷം 11/10 കൂടും. രണ്ടാമത്തെ വർഷം 28/25 കൂടും. ഇത് ചെയ്താൽ നമുക്ക് ഇവിടെ എമൗണ്ട് കിട്ടും. എത്രയാണ്? ഇതും വെട്ടിപ്പോയി. 105/5 ചെയ്യുമ്പോൾ ഇവിടെ 21 വരും, ഇവിടെ 5 വരും, ഇവിടെ 210 വരുന്നത്. 210/5 ചെയ്യുമ്പോൾ പിന്നെ 42 വരും. 42 ഇനി എന്താ, യൂണിറ്റ് ഡിജിറ്റ് ചോദിക്കായിരിക്കും. അപ്പം ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 2 വരും. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് അതായത് 2 × 1 ചെയ്യുമ്പോൾ 2 വരും. അതുപോലെ 2 × 8 ചെയ്യുമ്പോൾ 6 വരും. അവസാനം 6 വരുന്ന നമ്പറാണ്. അപ്പം 6 വരുന്ന രണ്ടെണ്ണം വരുന്നുള്ള 20 വരുന്നുള്ള. അപ്പോൾ എന്താ ചെയ്തെന്ന് നോക്കണ്ടായിരുന്നു. 42 × 11 × 28. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 12,936 വരും. ഓപ്ഷൻ സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതെന്താ, ഇതൊരു അലിഗേഷൻ വെച്ച് ചെയ്യുന്ന പ്രോബ്ലമാണ്. 2 തരം പൾസസ് ഉണ്ട്. ഒന്ന് 80 രൂപയുടെ ഉണ്ട്, ഒന്ന് 95 രൂപയുടെ ഉണ്ട്. ഇനി ഇവർ മിക്സ് ചെയ്യുന്നത് എങ്ങനെ? 2:3 റേഷ്യോയിലാണ് മിക്സ് ചെയ്യുന്നത്. അപ്പം ഈ നടുക്ക് കിടക്കുന്ന ആണോ അത് എത്രയാണെന്നാണ് ആവറേജ്. ഞാനിവിടെ ഇങ്ങനെ ഓപ്ഷനിൽ പോയി നോക്കാം. ഞാനിവിടെ ചുമ്മാ 91 ഇട്ട് നോക്കുക. അപ്പോൾ 91 ഇട്ട് നോക്കുമ്പോൾ 95 × 91 പോയാൽ എത്രയാണ്? 4 വരും. ഇനി 80 × 91 പോയാൽ എത്രയാണ്? അത് 11 വരും. അപ്പോൾ ഇതെന്താ, ഇത് ആ റേഷ്യോയിൽ കട്ടാവുന്നില്ല. 2:3 റേഷ്യോയിൽ കട്ടാവുന്നില്ല. അപ്പോൾ ഇതല്ല ഉത്തരം. ഞാൻ 87 ഇട്ട് നോക്കുക. ഇനി 87 ഇട്ട് നോക്കുമ്പോൾ 95 × 87 പോയാൽ എത്രയാണ്? ഇവിടെ 8 വരും. അതേസമയം ഇവിടെ എന്താ, 80 × 7 പോയി കഴിഞ്ഞാൽ 7 വരത്തുള്ളൂ. അപ്പം ഈ റേഷ്യോ ഇവിടെ സാറ്റിസ്ഫൈ ആവുന്നില്ല. ഈ 8:7 എന്നുള്ള 2:3 കട്ട് ചെയ്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുമല്ല ഉത്തരം. ഇനിയാണ് എന്താ, ഇനി 80 നമുക്ക് 9 ഇട്ട് നോക്കാം. 89 ഇട്ട് നോക്കുമ്പോൾ ഇവിടെ 80 × 9 പോയി കഴിയുമ്പോൾ ഇവിടെ 9 ബാക്കി വരും. അതുപോലെ 95 × 89 പോയി കഴിയുമ്പോൾ എത്രയാണ്? 6 ബാക്കി വരും. അപ്പോൾ ഇതെന്താണ്, ഇതെനിക്ക് വേണമെങ്കിൽ 2:3 കുറയ്ക്കാൻ പറ്റും. അപ്പം നമുക്ക് മനസ്സിലായി 89 ആൻസർ എന്ന് മനസ്സിലായി. ഓപ്ഷൻ 3. ഇതെന്താണ്, ഇതൊന്നുമില്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഇത് × ഇത് പ്ലസ് ഇത് × ഇത് ബൈ ഇത് പ്ലസ് ഇത് ചെയ്താൽ മതി. അതായത് 80 × 2 പ്ലസ് 95 × 3 ബൈ 3 2 5 ചെയ്താൽ നമുക്ക് എന്താണ് 89 എന്ന് പറഞ്ഞ ആൻസർ തന്നെ കിട്ടും. അപ്പോൾ എന്താ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ ലോങ്സ്റ്റ് ഡയഗണൽ ഓഫ് എ ക്യൂബ് എന്ന് പറയുന്നത് റൂട്ട് 432 ആണെങ്കിൽ അതിൻ്റെ വോളിയം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഡയഗണൽ ഓഫ് എ റൂട്ട് കാണാൻ √3a ആണ്. എ എന്ന് പറയുന്നത് ഒരു സൈഡാണ്. √3a ആണ് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 432 എന്നുള്ളത്. അപ്പം
നമ്മളെന്തൊരു സ്ക്വയർ എടുക്കുകയാണെങ്കിൽ സ്ക്വയറിൻ്റെ ഈ ഡയഗണൽ എന്ന് പറയുന്നത് അത് √2a ആണ്. അതുപോലെ ഒരു ക്യൂബ് എടുക്കുമ്പോൾ അതിൻ്റെ ഡയഗണൽ എന്താ, ഈ ഡയഗണൽ എന്ന് പറയുന്നത് √3a ആണ്. എ എന്ന് പറയുന്ന ഒരു സൈഡാണ്. അപ്പം √3a വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 432. ഇതിനകത്ത് എ കണ്ടുപിടിക്കണം. അപ്പം √3a എന്ന് പറയുന്ന 430 നമുക്ക് എന്താ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 16 × 9 × 3. √3a എന്ന് പറയുന്ന ഈ 16നെ റൂട്ടിന് പുറത്തെടുക്കുമ്പോൾ 4 വരും. 9നെ റൂട്ടിൻ്റെ പുറത്തെടുക്കുമ്പോൾ 3. അപ്പോൾ √3 വരും. √3 വെട്ടിപ്പോയി കഴിഞ്ഞപ്പം a = 12 കിട്ടും. അപ്പം a ക്യൂബ് എന്ന് പറയുന്നതാണ് എന്താ വോളിയം. 12 × 12 × 12. 12ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 1728 ആണ് ഉത്തരം. 1728 ഇതാണ് കറക്റ്റ് ഉത്തരം. ഈ ഷിഫ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്.